വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെ നമുക്കൊരു ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്നാണ്. 3 ഹിഡൻ ലെയറുള്ള ഒരു ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യണതാണ് ഇന്നത്തെ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ നോക്കണത്. അപ്പോൾ ഇത് ലൈബ്രറീസ് ആദ്യം ഇമ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഇതുവരെയുള്ള നമ്മൾ ചെയ്താണ് പ്രോഗ്രാംസ് വെച്ച് നോക്കിയാൽ തന്നെ ഇപ്പോൾ ഈ പാക്കേജസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഫെമിലർ ആയിട്ടുണ്ടാവും. പുതിയതായിട്ടൊന്നും തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ ടെൻസർഫ്ലോ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഈ പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റ സെറ്റ് സിഫാർ10 ആണ്. ഇപ്പോൾ സിഫാർ10 കേരാസ് ഡാറ്റ സെറ്റിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നെറ്റ്വർക്ക് കണ്ടിന്യൂസ് നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സീക്വൻഷ്യൽ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളാകെ ഡെൻസ് ലെയർ മാത്രമേ ഉള്ളൂ ആ നെറ്റ്വർക്കിൽ. ഇപ്പോൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന നെറ്റ്വർക്ക് ഡെൻസ് ലെയർ മാത്രം വെച്ചിട്ടുള്ള. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെയേഴ്സിൽ നിന്ന് ഡെൻസ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വൺ ഹോട്ട് എൻകോഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കാറ്റഗറികളിൽ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇമ്പോർട്ട് ചെയ്യണത്. പിന്നെ മാറ്റ് പ്ലോട്ട് ലിബ് ഇമ്പോർട്ട് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ ലാസ്റ്റ് കർവ് 2 പ്ലോട്ട് ചെയ്യാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് റണ്ണാക്കാം. അടുത്ത പരിപാടി ഡാറ്റ പ്രീ പ്രോസസ്സിങ്ങും ഡാറ്റ ലോഡ് ചെയ്യണതും സെയിം പരിപാടി തന്നെയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എക്സ്പെരിമെൻറ്റിലും സിഫാർ10 ആണ് ഉപയോഗിച്ചത്. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നമ്മളുടെ ട്രെയിനിങ്ങിൻ്റെ വേരിയബിൾസ് കൊടുക്കുക, എക്സ് ട്രെയിനും വൈ ട്രെയിനും. പിന്നെ ടെസ്റ്റിങ്ങിൻ്റെ വേരിയബിൾസ് കൊടുക്കുക. എന്നിട്ട് ഡാറ്റ സെറ്റിൻ്റെ പേര് സിഫാറാണ്, നിങ്ങൾക്കറിയാം സിഫാർ10 ഡോട്ട് ലോഡ് ഡാറ്റ. അപ്പോൾ ഓട്ടോമാറ്റിക് എക്സ് ട്രെയിനിലേക്കും എക്സ് ടെസ്റ്റിലേക്കും നമ്മുടെ ഇമേജസും അതേപോലെ വൈ ട്രെയിനിലേക്കും വൈ ടെസ്റ്റിലേക്കും അതിൻ്റെ കറസ്പോണ്ടിങ് ലേബൽസും ലോഡാവും. അത് കഴിഞ്ഞ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നോർമലൈസേഷനാണ്. നമ്മുടെ ട്രെയിനിങ്ങിലുള്ള ഇമേജിനെ ടെസ്റ്റിലുള്ള ഇമേജിനെ 255 വെച്ച് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് 0 to 1 റേഞ്ചിലേക്ക് നോർമലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിവിഷൻ ചെയ്യണേ. ചില കോഡുകളിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഈ ട്രെയിനിനെ ഫ്ലോട്ട് ടൈപ്പായിട്ട് കൺവേർട്ട് ചെയ്യണം കാണാം. അത് പക്ഷേ ഈ ടെൻസർഫ്ലോൻ്റെ ഒക്കെ എല്ലാ പാക്കേജിലും ഇപ്പോൾ ഓട്ടോമാറ്റിക് ഇങ്ങനെ കൺവേർട്ട് ആയിക്കോളും. അപ്പോൾ അത് പ്രത്യേകം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഔട്ട്പുട്ട് കാറ്റഗറിക്കൽ വേരിയബിളിനെ വൺ ഹോട്ട് എൻകോഡ് ചെയ്ത് കൺവേർട്ട് ചെയ്യണതാണ് ടു കാറ്റഗറിക്കൽ. എന്നിട്ട് നമുക്കറിയാം 10 ക്ലാസ് ഉള്ളതെന്ന്, അത് കാരണമാണ് ഇവിടെ 10 എന്ന് കൊടുത്താണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ പ്രീ പ്രോസസ്സിങ്ങും ലോഡിങ്ങും കഴിയും നമ്മുടെ ഡാറ്റ സെറ്റിൻ്റെ. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യാണ്. അപ്പോൾ നെറ്റ്വർക്ക് നിങ്ങൾക്കിത് കാണുമ്പോൾ കുറച്ചേർക്ക് ഡൗട്ട് തോന്നും. കാരണം നമ്മൾ ചെയ്തേക്കുന്ന ഒരു എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ഏത് മെത്തേഡാണ് ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം സീക്വൻഷ്യലിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് ഡോട്ട് ആഡ് വെച്ച് അതിനകത്തേക്ക് ലെയർ ആഡ് ചെയ്ത് പോണ രീതിയിൽ നമ്മൾ ഒരെണ്ണം ചെയ്തായിരുന്നു. ഇത് വേറെ വ്യത്യാസമൊന്നുമില്ല. ഈ സീക്വൻഷ്യൽ നമ്മൾ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബ്രാക്കറ്റിൽ ലിസ്റ്റായിട്ട് ആ നെറ്റ്വർക്കിൽ വന്ന ലെയറുകൾ ഏതൊക്കെയാണ് ആ ലെയർ ഓർഡർ ആയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക് ആ നെറ്റ്വർക്ക് ആഡ് ചെയ്യണ്ട, ഇങ്ങനെ ഒറ്റ ലിസ്റ്റായിട്ട് പാസ് ചെയ്യുമ്പോൾ സെയിം രീതിയിൽ തന്നെ നെറ്റ്വർക്ക് ക്രിയേറ്റ് ആയിക്കോളും. അപ്പോൾ നമ്മളിവിടെ 3 ഹിഡൻ ലെയർ ഉള്ളൊരു നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യാനായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അത് കാരണം നിങ്ങൾക്ക് നോക്കി കാണാം 3 ഹിഡൻ ലെയറാണ്. പിന്നെ ഇവിടെ ഇൻപുട്ട് ഷേപ്പ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സിഫാർ ഡാറ്റ സെറ്റിലെ സൈസ് ഞാൻ പറഞ്ഞു 32x32 ആണ്. അതേപോലെ കളർ ഇമേജ് ആണ്, അതുകൊണ്ടാണ് 32 പിന്നെ 3. പിന്നെ ഇവിടെ മൾട്ടിപ്ലൈ ആണ് എന്തിനാന്ന് വെച്ചാൽ അതും ഓൾറെഡി നമ്മൾ പല വീഡിയോസിലായിട്ട് പറഞ്ഞു. ഡെൻസ് ലെയറിലേക്ക് സിംഗിൾ ഡയമെൻഷനിലുള്ള ഇൻപുട്ടേ എടുക്കുകയുള്ളൂ. നമ്മുടെ ഇമേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് വിഡ്ത്ത് അതേപോലെ ചാനൽ മൾട്ടിപ്ലൈ ആയിട്ടുള്ള ഡയമെൻഷൻ ഉണ്ട്. ഇതിനെ ആദ്യം ഒറ്റ ഡയമെൻഷനാക്കി മാറ്റിയിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് ഇൻപുട്ട് എടുക്കാൻ പറ്റുള്ളൂ ഡെൻസ് ആവുകൊണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തേക്കണേ. പിന്നെ ഈ ടപ്പിളിൽ ഒരൊറ്റ എലമെൻ്റ് ഉള്ളൂ. സിംഗിൾ എലമെൻ്റുള്ള ടപ്പിളാണെങ്കിൽ കോമ ഇടണം, അല്ലെങ്കിൽ അതൊരു ഇൻറ്റീജർ വാല്യൂ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് ടപ്പിളാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒറ്റ കോമ ഇവിടെ ഇട്ടാണ്, കോമ കഴിഞ്ഞിട്ട് ഒന്നും ഇടാണ്ട്. അപ്പോൾ ഈ ഷേപ്പ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം എന്തിനാന്ന് വെച്ചാൽ ഡെൻസ് ലെയറാണ്, അതിലേക്ക് സിംഗിൾ ഡയമെൻഷനുള്ള വെക്ടറാണ് ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ആ കാരണം കൊണ്ടാണ് നമ്മുടെ ഇമേജിനെ ഒറ്റ ഡയമെൻഷനുള്ള വെക്ടറാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ഇവിടെ ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ ഒരു ഡെൻസ് ലെയർ കൊടുത്തു, അത് കഴിഞ്ഞ് വീണ്ടും 2 ഡെൻസ് ലെയറും കൂടി കൊടുത്തു. ടോട്ടൽ 3 ഹിഡൻ ലെയർ നമ്മളിവിടെ കൊടുത്തു. ആക്ടിവേഷൻ ഫംഗ്ഷൻ 3ലും റെലു ആണ് ഉപയോഗിച്ചാണ്. പിന്നെ ലാസ്റ്റ് ഔട്ട്പുട്ട് ലെയർ സോഫ്റ്റ് മാക്സ് ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്, കാരണം ക്ലാസിഫിക്കേഷനാണ്. പിന്നെ നമുക്കിവിടെ 10 ക്ലാസ് ഉള്ളത്, അതുകൊണ്ട് തന്നെ ന്യൂറോണിൻ്റെ എണ്ണം 10 സെറ്റ് ചെയ്തു. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ മോഡൽ ഓക്കെ ഉണ്ട്. ഇനി ആ മോഡൽ നമ്മൾ കമ്പൈൽ ചെയ്തെടുക്കണം. മോഡൽ കമ്പൈൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയാം. നമ്മൾ ഒപ്റ്റിമൈസേഷൻ്റെ ഫംഗ്ഷനും ലോസ് ഫംഗ്ഷനും അതേപോലെ മോഡൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ള മെട്രിക്സും പാസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒപ്റ്റിമൈസർ ഫംഗ്ഷനായിട്ട് ആഡം, അതേപോലെ ലോസ് ഫംഗ്ഷൻ കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി ഞാൻ ഓൾറെഡി പറഞ്ഞു, ക്ലാസിഫിക്കേഷനാണ്, അത് കാരണം ഈ ലോസ് ഫംഗ്ഷനെ ഉപയോഗിക്കുക. പിന്നെ മെട്രിക്സ് ആയിട്ട് ആക്യുറസിയാണ് കൊടുത്താണ്.
അപ്പോൾ അത് കമ്പൈലായുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ ഈ മോഡലിനെ നമുക്ക് നമ്മുടെ ട്രെയിനിങ് ഡാറ്റ വെച്ച് ട്രെയിൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് നമ്മുടെ ഡാറ്റ ഫിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഫിറ്റ് ചെയ്യുമ്പോൾ ഈ ഫീച്ചേഴ്സ് നമ്മളിവിടെ റീഷേപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം പറഞ്ഞു, നമ്മുടെ മോഡൽ ഇൻപുട്ട് എടുക്കണത് എന്തായിരിക്കും, 1 ഡയമെൻഷനിലുള്ള ഡാറ്റയാണ് ഈ മോഡൽ ഇൻപുട്ടായിട്ട് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു സൈസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റീഷേപ്പ് ചെയ്യണത്. കാരണം ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്ന ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 32,32,3 ആണ്. ഫസ്റ്റത്തെ 2 ഹൈറ്റും വിഡ്ത്തും, പിന്നെ മൂന്നാമത് തന്നെ ചാനൽ. പിന്നെ 3 ഡയമെൻഷനുള്ള സാധനമാണ് നമ്മുടെ ഇരിക്കുന്ന ഇമേജ് എന്ന് പറയുന്നത്. അതിന് ഈ ഒറ്റ ഡയമെൻഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ 32*3 എന്നിടത്താണ്. പിന്നെ ഈ -1 എന്തിനാണെന്ന് വെച്ചാൽ ബാക്കി ടോട്ടൽ കൗണ്ട് അനുസരിച്ച് മാറ്റം വരാണ്ടിരിക്കാനാണ് ഈ -1 ഇവിടെ കൊടുത്താണ്. ബാലൻസ് എല്ലാം നമുക്ക് നമ്മളെപ്പോഴും ചെയ്യണ പാരാമീറ്റേഴ്സ് തന്നെയാണ്. വാലിഡേഷൻ സ്പ്ലിറ്റ്, എപ്പോക്സ്, ബാച്ച് സൈസ്. ഈ എപ്പോക്സ് ശരിക്കും കൂടുതൽ കൊടുത്തു കഴിയുമ്പോൾ അതിനനുസരിച്ച് ടൈം കൂടും. അതുകൊണ്ടാണ് ഞാനിവിടെ ഈ എപ്പോക്ക് കുറച്ച് കൊടുത്താണ്. ഇത് കൂടുതൽ വാല്യൂ ഇടുമ്പോൾ അതിനനുസരിച്ച് കുറേ ടൈം എടുക്കും. ഇപ്പോൾ ഇത് റണ്ണാക്കാം. ഇപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മോഡൽ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ഇവാലുവേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് നിങ്ങൾക്കറിയാം. മോഡലിൻ്റെ പേരെന്താ കൊടുത്താണ്, .evaluate കൊടുത്താൽ മതി. അതിനകത്തേക്ക് നമ്മുടെ ടെസ്റ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ ടെസ്റ്റിൻ്റെ ഡാറ്റ സെറ്റ് 2 പ്രൊവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് റണ്ണായി കഴിയുമ്പോൾ നമ്മുടെ ടെസ്റ്റിൻ്റെ ലോസും അതേപോലെ ലോസും ആക്യുറസിയാണ് ഇത് റിട്ടേൺ ചെയ്യുക. ടപ്പിൾ ഫോമില റിട്ടേൺ ചെയ്യണം. അതാണ് 2 വേരിയബിളായിട്ട് കൊടുത്താണ്. ആദ്യത്തെ വേരിയബിളിലേക്ക് ലോസും രണ്ടാമത്തെ വേരിയബിളിലേക്ക് ആക്യുറസിയും. ഈ മെത്തേഡ് റണ്ണായി കഴിയുമ്പോൾ ഔട്ട്പുട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് റീഷേപ്പ് കൊടുത്താണ് കാണാൻ പറ്റും. അത് വേറെ ഒന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞു, മോഡൽ 1 ഡയമെൻഷനൽ വെക്ടറാണ് ഇൻപുട്ടായിട്ട് എടുക്കുള്ളൂ. ഇമേജ് മൾട്ടി ഡയമെൻഷനിലുള്ളതാണ്. അപ്പോൾ അതിനെ ആ 1 ഡയമെൻഷനിലേക്ക് മാറ്റാനുള്ള പരിപാടിയാണ് ഈ റീഷേപ്പായിട്ട് കൊടുത്താണ്. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഈ ടെസ്റ്റ് ആക്യുറസി കിട്ടിയിട്ട് ആ ടെസ്റ്റ് ആക്യുറസി പ്രിൻ്റ് ചെയ്യിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ആക്യുറസി വന്നിട്ടുണ്ട്. ആക്യുറസി വളരെ കുറവാണ്. നിങ്ങൾക്ക് ഇനി പ്ലോട്ട് ചെയ്യുമ്പോഴും മനസ്സിലാവും മോഡലിൻ്റെ പെർഫോമൻസ് കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒന്നാമത് കുറച്ച് ലെയർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ എപ്പോക്കെല്ലാം വളരെ കുറച്ചിട്ടാണ് കൊടുത്തത്. അങ്ങനെ കുറേ കാരണം കൊണ്ട് തന്നെ മോഡൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. അത് കാരണം ആക്യുറസി വളരെ കുറവാണ്. ഇനി നമുക്ക് ഈ മോഡലിൻ്റെ ലേണിംഗ് കർവ് പ്ലോട്ട് ചെയ്യാം. ലേണിംഗ് കർവ് പ്ലോട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ട്രെയിൻ ചെയ്ത മോഡലിൻ്റെ ലോസും അതേപോലെ മോഡലിൻ്റെ വാലിഡേഷൻ ലോസും തമ്മിൽ ആണ് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യണത്. അപ്പോൾ ഈ ട്രെയിനിങ്ങിൻ്റെ ലോസും അതേപോലെ വാലിഡേഷൻ സമയത്തുണ്ടാവുന്ന ലോസിൻ്റെ കർവ് നമുക്ക് കിട്ടും. ഇത് ഇവിടെ നിന്ന് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കറിയാം വാലിഡേഷൻ്റെ ലോസ് കൂടുതലാണ്, ശരിക്കും കുറവാണ് വരേണ്ടത്. അതേപോലെ ആക്യുറസി നോക്കുമ്പോഴാണെങ്കിലും വാലിഡേഷൻ കഴിഞ്ഞ് കണ്ട ആക്യുറസി കുറഞ്ഞ് നിൽക്കണ കാണാൻ പറ്റും. അത് നമ്മൾ ഈ ഹൈപ്പർ പാരാമീറ്ററൊക്കെ ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് അനുസരിച്ച് നമുക്ക് ഈ മോഡലിൻ്റെ പെർഫോമൻസ് കൂട്ടാൻ പറ്റും. അപ്പോൾ ഇതാകെ ഓർത്തിരിക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഈ ഒരു സംഭവമാണെങ്കിലും 3 ലെയറുള്ള ഹിഡൻ ലെയർ, പിന്നെ ഒരു ഔട്ട്പുട്ട് ലെയർ, അത് മാത്രം ഓർത്തിരിക്കുക. ഇൻപുട്ട് ഷേപ്പ് ഓർത്തിരിക്കുക. പിന്നെ ഇതെല്ലാം കോമൺ സ്റ്റെപ്പാണ്. ഇത് രണ്ടും ഇപ്പോൾ കോമൺ സ്റ്റെപ്പാണ്. 3-4 പ്രോഗ്രാമിൽ ഈ സ്റ്റെപ്പ് തന്നെ സെയിം ചെയ്യേണ്ട ഇമേജിൻ്റെ. പിന്നെ ആകെ ഇത്തിരി ഓർത്തിരിക്കാൻ പാടുണ്ടാവുന്നത് ഈ പ്ലോട്ട് ചെയ്യണത് മാത്രമാണ്. ഇവിടുത്തെ ഈ ഓരോ ടേമുകൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ പ്ലോട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ബാക്കി ഇത്രയും ഭാഗം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള എല്ലാവരും സുഖമായിട്ട് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് 2-3 പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ. കാരണം എല്ലാത്തിലും കോമൺ ആയിട്ട് വന്ന ടേമുകളും കോമൺ ആയിട്ട് വന്ന സ്റ്റെപ്പുകളാണ് ഇതിലുള്ളൂ. ഇവിടെ ആണെങ്കിലും വേറെ എക്സ്ട്രാ പാരാമീറ്റേഴ്സ് ഒന്നുമില്ല. ജസ്റ്റ് 4 ഡെൻസ് ലെയറും 3 നമ്മുടെ ഹിഡൻ ലെയേഴ്സിലെല്ലാം റെലോ ആക്ടിവേഷനും ഫസ്റ്റത്തേലാവുമ്പോൾ ഇൻപുട്ട് ഷേപ്പ് മെൻഷൻ ചെയ്യണമെന്നുള്ളൂ. പിന്നെ മറക്കാണ്ടിരിക്കേണ്ടത്, നമ്മൾ ഈ മോഡൽ ഫിറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ടെസ്റ്റിൻ്റെ ഇവാലുവേഷൻ നടത്തുമ്പോഴെല്ലാം നമ്മൾ റീഷേപ്പ് ചെയ്യണം. അതിൻ്റെ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ നമ്മുടെ മോഡൽ സിംഗിൾ ഡയമെൻഷനൽ വെക്ടർ എടുക്കുള്ളൂ. ആ കാരണം കൊണ്ട് ഈ റീഷേപ്പ് ചെയ്തില്ലെങ്കിൽ എറർ വരും.